നല്ല ചൂടുണ്ടല്ലോ. എനിക്ക് തണുപ്പാണ്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? അയ്യോ, അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് റെസ്റ്റ് എടുത്താൽ മാറാന്നുള്ളൂ. ഇപ്പോഴത്തെ പനിയല്ലേ, ഒന്ന് ഹോസ്പിറ്റലിൽ പോവാ, അതാ ബെറ്റർ. ഇപ്പോഴത്തെ പനി എന്നൊക്കെ എല്ലാവരും എല്ലാ കാലത്തും പറയാറുള്ളതാണ്. പനിയാണെങ്കിൽ പനിച്ചു തന്നെ പോകണം. അത് അങ്ങനെയാണ്. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എടാ, ഇവന് നല്ല പനിയുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നവരെ കേൾക്കണില്ല. ഹോസ്പിറ്റലൊന്നും പോകില്ല, ജനിച്ച ദിവസം ഇറങ്ങിയാണത്. ഒന്ന് പോടാ അവിടെ, നിനക്ക് ഓർമ്മയില്ലായിട്ടാണ്. ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിലും ഇത് ഒന്ന് ആവി പിടിച്ചാൽ മാറാവുന്ന പനിയുള്ളൂ. പിന്നെ നീ ഇതെങ്ങോട്ടാ? ഒന്നും പറയണ്ട, സാമിന് ഡ്രൈവിംഗ് പഠിക്കണം. എന്തിന്? അവനെങ്ങോട്ട് പോകാൻ? ബഹിരാകാശത്തേക്ക് വല്ലതും പോകാനായിരിക്കും. അവന്റെ കാര്യമില്ല. അതെന്തായാലും നന്നായി. ഇനിയിപ്പോ കടയിൽ പോകാനും സാധനം മേടിക്കാനൊക്കെ ഒരാളും കൂടെ അല്ല. ഒരു പ്രതീക്ഷയും വേണ്ട. സൈക്കിൾ പോലും ചവിട്ടാൻ അറിയാത്തവരാണ്. മിക്കവാറും നമുക്കൊക്കെ വയസ്സാകുമ്പോഴേക്ക് ചിലപ്പോൾ പഠിച്ചു തരുമായിരിക്കും. എനിക്ക് പഠിപ്പിക്കാനുള്ള സംശയം. കൗണ്ടറുകൾ താങ്കളും പറയാൻ തുടങ്ങി. പിന്നെ ഇവിടെ പിടിച്ചു വെക്കണമല്ലോ. പനി അഥവാ പിടിച്ചു വെക്കാൻ പറ്റാത്ത പോലെ കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ, ആ റോട്ടിലാണ്. ഓക്കെ, ലക്കി ഞാനുണ്ടല്ലോ, വിളിക്കാം. ലക്കി ഇല്ല, ലക്കിയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ചുമ്മാ കാണാൻ പോവല്ലേ. പോട്ടെ പോ. അപ്പൊ ശരി, ഒന്ന് പ്രാർത്ഥിച്ചേക്കണോ ഞങ്ങൾക്ക് വേണ്ടി? അതെ, വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വണ്ടി തന്നെ അങ്ങോട്ട് പോയിക്കോളൂ. നോ, ചുമ്മാ അങ്ങനെ ഒന്നും മുന്നോട്ട് പോവില്ല. നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം. മാത്രമല്ല, ആരെങ്കിലും പറയുന്ന കേട്ട് അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകരുത്. സ്വന്തമായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും വേണം. അല്ല, അതിപ്പോ ഇവിടെ പറയാൻ കാരണം കുറച്ച് ദിവസം കൊണ്ട് ചിന്തിക്കുന്നതാണ്. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ചേട്ടാ, ചേച്ചി, നിങ്ങൾ രണ്ടാളും പറയുന്നത് ഞാൻ കേട്ടോളാം. പോരെ? അത് മതി. അത് നീ കേൾക്കണം. കൂട്ടത്തിൽ പറ്റിയാൽ ഡ്രൈവിംഗ് കൂടെ പഠിച്ചോളൂ. വരൂ. അതിലെ കയറുന്നേ. എന്താ ഹോസ്പിറ്റലിൽ പോകാൻ അത്ര മടി? അയ്യോ വേണ്ട, പോണ്ട. ഓക്കെ, നീയായിരുന്നോ? സോറി, ഞാൻ പേടിക്കുന്ന വിചാരിച്ചില്ല. അവിടെ കിടന്നാ പോരാ, നിനക്ക് വയ്യാത്തതല്ലേ? ഒറ്റയ്ക്ക് അവിടെ കിടക്കാൻ തോന്നുന്നില്ല. ഇവിടെ വന്ന് എന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു. വെള്ളം ഇപ്പൊ തിളയ്ക്കും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആവി പിടിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പി കുടിക്കാം. കാപ്പിയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ പനി പമ്പ് കിടക്കും. മീനു, നീ ഒന്നും ചെയ്യണ്ട. നീ ഇവിടെ എൻ്റെ കൂടെ ഇരുന്നാൽ മതി കുറച്ചു നേരം. നിന്റെ കൂടെ ഇരുന്ന പനി മാറണം. പക്ഷെ നിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരുന്ന പനി മാറുന്ന എനിക്കത് തോന്നുന്നില്ല. പക്ഷെ പനി വന്ന റൊമാൻറ്റിക് ആണ് ആദ്യമായിട്ട് കാണുക. എടാ, ഇതല്ല. പനി വന്ന പെട്ടെന്ന് അമ്മ ഓർമ്മ വന്നു. യൂഷ്വലി നീ ചെയ്തു തരുന്നതൊക്കെ എനിക്ക് അമ്മയാണ് ചെയ്തു തരാറ്. അപ്പോൾ ഇടയ്ക്ക് അമ്മ പറയും എനിക്ക് പനി വരുന്നത് നല്ലതാണെന്ന്. അപ്പൊ എന്നെ അമ്മയുടെ പുറകിൽ നിന്ന് മാറില്ലല്ലോ. നിനക്ക് അമ്മേന്ന് സാണ്ടല്ലേ? എന്നാ പിന്നെ അമ്മ പറഞ്ഞു കരുതിയാ മതി. നമുക്ക് ആവി പിടിക്കാം. കാപ്പി പിടിച്ചിട്ട് ആവി പിടിക്കാം. ആദ്യം ആവി പിടിക്കാം. ആവി പിടിച്ചു കഴിഞ്ഞാൽ ദേഹമൊക്കെ ഒന്ന് വേർക്കും. അത് കഴിഞ്ഞ് കാപ്പിയും കൂടി കുടിച്ചാൽ നീ ഉഷാറാവും. കാപ്പി പിടിച്ചിട്ട് മതി. കാപ്പി പിടിച്ചിട്ട് മതി പ്ലീസ്. ശരി, കാപ്പി എങ്കിൽ കാപ്പി. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? വല്ലാത്തൊരു രുചിയും ഒരു സുഖവും തോന്നുന്നുണ്ട്. കാപ്പിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുക്കാപ്പിക്ക് എന്തിനാ ഇനി പ്രത്യേകിച്ചൊരു കുഴപ്പം? നോക്കട്ടെ, ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. കുടിക്ക്. കുറച്ച് കട്ടി കൂട്ടില്ലേ? അത് നിനക്ക് പനിയില്ലാത്തോണ്ട് തോന്നുന്നതാ. എനിക്കത് ഓക്കെയാ. നീ എന്നെ വിഷമിക്കണ്ടെന്ന് വെച്ചാൽ വെറുതെ കുടിക്കാൻ നിൽക്കണ്ട. ലക്കി വരുമ്പോൾ നല്ല കാപ്പി ഉണ്ടാക്കി വെച്ച് തരാം. നീ ഇപ്പൊ ആവി പിടിക്കും. അയ്യോ, ആവി പിടിക്കണോ? വേണ്ട, ഡോക്ടറിന്റെ അടുത്ത് പോയാലും മതി. ടവലെടുത്താ പിടിച്ചേക്കാം. എനിക്ക് ഇതിന്റെ സ്മെല്ല് എന്ത് ഇഷ്ടാന്ന് അറിയും. എനിക്കിഷ്ടല്ല. അതല്ല, പതുക്കെ ഇഷ്ടായിക്കോളും. ഇതാണ് ഈ പനി വന്ന കുഴപ്പമില്ല, ഈ ട്രീറ്റ്മെന്റ് ആണ് പറ്റാത്തത്. അയ്യോ, ഇതെന്ത് ചൂടാണിത്? ഇത് ചൂട് മാറിയിട്ട് ചെയ്താ പോരെ? ചൂടാറിയിട്ടാണോ ആവി പിടിക്കുക? അപ്പൊ എന്റെ മുഖം പൊള്ളിയാലും കുഴപ്പമില്ല, ചൂട് പിടിക്കണം എന്നാണോ? ഒന്നും പൊള്ളില്ല, പിടിക്ക്. പിടിക്കണോ? ശരി. ആവിക്ക് നന്നായിട്ട് ആവി പിടിക്കാൻ അറിയാല്ലേ? മുഖം പൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഈ മുഖം പൊള്ളിയാലും ഞാൻ തന്നെയല്ലേ കാണണേ. ഞാൻ സഹിച്ചു. ആവി പിടിക്കുക. പിടിക്കാം. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out.
ഓക്കെ അല്ലേ? ആ അറിയാം. മാറി ഇനി ഞാൻ ഓടിച്ചോളാം. അതിനെ അവളെ ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. കൊടുക്കണം. ഇവനെടുത്താൽ ശരിയാവും. എന്നാ നീ ട്രൈ ചെയ്തോ. ഡേയ് ആ പതുക്കെ പതുക്കെ. ഏയ്, അല്ല സൂക്ഷിച്ച്. വീഴല്ലേ? നീ കയറിക്കോ. ഞാൻ കയറണോ? ഞാനാണ് നീ കയറി. ഇത് ഇവിടെ ഓൺ ചെയ്യട്ടോ. ഓൾ ദി ബെസ്റ്റ്. വീഴല്ലേ? പതുക്കെ പതുക്കെ. നേരെ നോക്കി ഓടിക്കണം കേട്ടോ. നേരെ. അയ്യോ. മിക്കവാറും രണ്ടും കൂടി എവിടെങ്കിലും പോയി വീഴും. ഞാൻ പഠിപ്പിച്ചു കൊടുത്താനെ. ഛേ. പതുക്കെ പതുക്കെ. അപ്പുറത്ത്. നോക്ക് നോക്ക്. ദേ വണ്ടി വരുന്നു. ഇറങ്ങ് നോക്ക്. പതുക്കെ. ചേച്ചി, എന്നെ രക്ഷിക്കേ. എന്താണ് ഈ കാണിക്കുന്നത്? പേടിച്ചിട്ട് കെട്ടാക്കും വരും. ഞാൻ പഠിപ്പിച്ചൊക്കെ മറക്കും ചെയ്യും. അമ്മോ, ഇപ്പൊ പേടിക്ക് മാറിയില്ല സാമേ? എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ആ സാം, അത് നീ കാര്യാക്കണ്ട. ചിലര് സ്വയം ചോദിക്കുന്നതാണ്. അയ്യടാ, നീ വലിയ കാര്യമൊന്നും പറയണ്ട. ഈ വണ്ടിയുടെ പുറകെ കയറിയപ്പോഴേ നീ പാലാറി വിളിച്ച് കരയതാ ഞാൻ വിചാരിച്ചേ. അത് കോൺഷ്യസ് ആണ്, കോൺഷ്യസ്. ഞാൻ എക്സ്പേർട്ട് അല്ലേ, അവൻ അറിഞ്ഞൂടല്ലോ. അപ്പൊ അതിന്റെ ഒരു കോൺഷ്യസ്. ആ ആണല്ലോ. ആ കോൺഷ്യസ് തന്നെ ഞാനും ആയത് ആവണല്ലോ. ബിക്കോസ് നമ്മളല്ലേ അവനെ പഠിപ്പിക്കണത്. ആ അതെ, ഞാൻ ഓടിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ നീ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങനൊന്നും പറയില്ല. അവനിങ്ങനെ ലൈറ്റ് ആയിട്ട് നന്നായി വരുന്നു. ഒരു ഓക്കെ. അതിന്റെ ലെവലും പറഞ്ഞു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന്. നീ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കുട്ടാ. നീ ഇനി എന്തൊക്കെ എൻ്റെ അടുത്ത് പഠിക്കാനിരിക്കുന്നു. എന്നാ പഠിപ്പിക്ക്, പറഞ്ഞ. ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ തീരെ തിരക്കില്ല. നീ നിന്റെ വണ്ടി മാത്രം ശ്രദ്ധിച്ചോടിച്ചാൽ മതി. പക്ഷെ നല്ല തിരക്കുള്ള റോഡാണെന്ന് വിചാരിക്കാം. ഈ എല്ലാ വണ്ടിയും നീ തന്നെ ഓടിക്കണം, ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ അറിയാണ്ട് ശ്രദ്ധിച്ചോളും. അറിയാണ്ട് ശ്രദ്ധിക്കാനാ? അതെന്ത് ശ്രദ്ധ? അപ്പൊ നീ പറയുന്നത് ഇങ്ങനെ ജീവൻ പണയം വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ വല്ലപ്പോഴും അറിയാണ്ട് ശ്രദ്ധിച്ചാൽ മതി എന്നാണ്? അതല്ല, നാച്ചുറൽ ആയിട്ടുള്ള ശ്രദ്ധയെ കുറിച്ച് ആള് പറഞ്ഞു. നാച്ചുറലായിട്ട് ശ്രദ്ധ, അതും ഇന്ത്യൻ റോഡിൽ. സൂപ്പർ കാർ, സൂപ്പർ ബൈക്ക്, മതയാന പോലെ വരുന്ന സൂപ്പർ ഫാസ്റ്റ്, ഇതൊന്നും പോരാതെ രാവിലെ തന്നെ നമ്മളെ കൊല്ലാനായിട്ട് ഇറങ്ങുന്ന ടിപ്പറുകൾ, ഇതൊക്കെ വരുന്ന ഇന്ത്യൻ റോഡിൽ നാച്ചുറൽ ശ്രദ്ധ പോരാ കുട്ടാ. സൂപ്പർ നാച്ചുറൽ ശ്രദ്ധ വേണം. എന്റെ DH, നീ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ അവനെ പേടിപ്പിക്കല്ലേ. എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ നമ്മള് വണ്ടി ഓടിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ മതി. വണ്ടി ഓടിക്കാൻ മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ. ഇപ്പോ നീ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇടതുവശത്തോടി പാഞ്ഞ് ബുള്ളറ്റ് പോലെ വരുന്ന വണ്ടികൾ നീ എങ്ങനെ തിരിച്ചറിയും? അതുപോലെ പാർക്കിലൂടെ നടക്കുന്ന പോലെ റോട്ടിലൂടെ നടക്കുന്ന ആളുകളെ വണ്ടി ഇടിച്ച് കൊല്ലാനാ? കൊല്ലാതിരിക്കാൻ നീ എങ്ങനെ പഠിക്കും? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞുതരാൻ പറ്റില്ല. എല്ലാവർക്കും ഹലോ, എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. വേണ്ടല്ലേ, നീ വെറുതെ പെടും. എന്തിനാണ്? ഞാൻ സഹിക്കും. ഞാനിവിടെ വന്നത് സാമിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനാണ്. മത്സരത്തിന് ഞാനില്ല. സാമ പ്ലീസ് ഒന്നും ചോദിക്കാൻ പറയടാ. എന്തെങ്കിലും ചോദിക്കട്ടെ. ചോദിക്കട്ടെ? എളുപ്പമുള്ള വേണ്ട. ഓക്കെ, എന്നാ ഒരു ചോദ്യം. രാത്രി നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. അപ്പൊ എതിരെ വരുന്ന വണ്ടി നിങ്ങളുടെ കണ്ണിലേക്ക് ബ്രൈറ്റ് അടിച്ച് തരികയാണ്. നിങ്ങളെന്ത് ചെയ്യും? കണ്ണ് തുറന്നു പിടിച്ച് വണ്ടി സ്ലോ ആക്കി സൂക്ഷിച്ചു പോകും. അയ്യേ കഷ്ടം. പേടിച്ച് വണ്ടി ഓടിച്ച് ജീവിതം തീരും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടെ ഒരു ബട്ടൺ കേട്ടാ ഡിമും ബ്രൈറ്റ് ആക്കുന്നത്. അതിങ്ങനെ അടിച്ചിട്ടുണ്ടല്ല, അവന്റെ അണ്ണാക്കിലേക്ക് കട 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 ഇങ്ങനെ അടിച്ച് അവനെ തകർക്കണം, അവനെ നശിപ്പിക്കണം. അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നീ പറഞ്ഞില്ല, നീ തോറ്റു. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഡ്രൈവിങ്ങിന്റെ നിഗൂഢതകൾ. എനിക്ക് നിഗൂഢതകളൊന്നും പഠിക്കണമെന്നില്ല. ഡ്രൈവിംഗ് പഠിക്കണം, ലൈസൻസ് എടുക്കണം, അത്രേ ഉള്ളൂ. നിഗൂഢതയിൽ താല്പര്യമില്ലാത്തൊരു കൺട്രി ഫെലോ. എന്നാ ഞാൻ ഡീപ്പായിട്ടൊന്നും പോയില്ല. എന്താ ഷായി ആദ്യം പോലും അയ്യോ, പതുക്കെ 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 പോ. അയ്യോ, പോണ കിട്ടിയേക്ക്. താങ്ക് യു. ഓക്കെ മാം. അവി ഇപ്പൊ എന്താ? അവി എന്തിനീ കരയണേ? അറിഞ്ഞൂടെ എന്തിനാണെന്ന്. എന്തിനിത്ര സങ്കടം വരണേ? ദാ പൊങ്കല് കഴിക്ക്. അവക്ക് പൊങ്കൽ ഇത്ര ഇഷ്ടമായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അത് ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തന്നെ ഫുഡാണ്. ഇപ്പൊ പെട്ടെന്ന് കഴിക്കാനൊരു കൊതി. എന്നത് ഫുള്ള് കഴിച്ചോ? എനിക്ക് വാരിത്തരോ? അച്ചോടാ, ശരി എടുത്തുതരാം. കഴിച്ചോ. അമ്മ എനിക്ക് ഇങ്ങനെ തന്നെ തരാറ്. അമ്മയ്ക്കും വാരത്തിന് അറിയില്ലേ? അയ്യോ, അമ്മേനെ പറഞ്ഞാണ് കരയണേ? അല്ല, ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോണ്ട, ഞാൻ നിർത്തി. പിന്നെ എന്തിനീ കരയണേ? നീ ഒന്നും എന്റെ കൂടെ ഉണ്ടാവുന്ന ആലോചിച്ചപ്പോ. ഞാനൊന്നും കൂടെ ഉണ്ടാവുന്ന കരുതിയിട്ടാണോ? അങ്ങനെയല്ല, നീ എന്നെ വിട്ടു പോവെന്ന് ആലോചിച്ചപ്പോ. ഞാൻ അവനെ ഒരിക്കലും വിട്ടുപോവില്ല. ഓക്കെ, സത്യം. സന്തോഷായോ? ഇല്ല.
ഇല്ലേ? എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കണം. ശരി, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല കേട്ടോ. സന്തോഷമായോ? മതി, ബാക്കി നീ കഴിച്ചോ. കുറച്ചുകൂടെ കഴിക്കേ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാൻ നിന്റെ മടി കിടന്നോട്ടെ. ശരി. സൂപ്പർമാനെ മാറ്റി. വാ കിടക്ക്. നീനൊരു പാട്ട് പാടോ? പാട്ടൊന്നും എനിക്കറിയില്ല. ഗുഡ്. ഓമന തിങ്കൾക്കിടാവാ മതി. നീ എന്തീ പറയണേ? എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പാടി തന്നെ. എനിക്കതിന് ലിറിക്സ് ഒന്നും അറിയില്ല. സാരമില്ല, അറിയാവുന്ന പോലെ തുടങ്ങിക്കോ. ബാക്കി നല്ല നീട്ടി മൂളിയാ മതി. പാട്. വെയിറ്റ്, ലെറ്റ് മീ ട്രൈ. അതിന്റെ തുടക്കം എന്തായിരുന്നു? ഓമന തിങ്കൾക്കിടാവോ. അവി, ഞാൻ നമുക്ക് ഫോൺ വിളിച്ചു തരട്ടെ. അതിൽ കൂടി പഠിപ്പിച്ചാ പോരെ? ഫോണിൽ കൂടി കേട്ട ഒരു സുഖം ഉണ്ടാവില്ല. പാട്. ശരി ശരി, എനിക്ക് എന്റെ അമ്മ അടുത്ത് തന്നെ ഒന്ന് പരിചയപ്പെടണം. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താരിക പൂവോ പൂവിൽ നാറുവിൻ മൊഴിയോ നല്ല പുതിങ്കളാവുന്നു വാവോ പുത്തൻ പവിഴക്കിടുവോ നല്ല തത്തകൾ പാടും വഴിയോ ഒറ്റയ്ക്ക് പാടാൻ മടിയോ തത്തകൾ കൊഞ്ചും മഴകോ ഉറങ്ങി. എങ്ങനെയുണ്ട്? നീ ഒന്നും പറഞ്ഞില്ല. നീ ഇനിയിപ്പോൾ എത്ര നന്നായി ഓടിച്ചാലും ഇനി കൈവിട്ട് ഓടിച്ചാൽ തന്നെ നന്നായി ഉറപ്പിക്കണേ രണ്ടുപേര് സമ്മതിക്കണം. ഒരാള് നീയാന്ന് മനസ്സിലായി. ആരടുത്ത ആള്? ഞാനും പിന്നെ വെഹിക്കിളന്മാരും. വെഹിക്കിളന്മാരാ? അതായത് ഈ വെഹിക്കിൾ ഇൻസ്പെക്ടറും RTO ഒക്കെ സമ്മതിക്കണ്ടേ? നിങ്ങളെ സമ്മതിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിൽ കയറി നടത്തണോ? ഒരു തരത്തിലൊരു യജ്ഞം തന്നെയാണ് കുട്ടി. എത്ര നന്നായി അറിയാവുന്നവരും അടിപതറി പോകുന്നൊരു യജ്ഞം. 8 അടിക്കണ കാര്യമായിരിക്കും. എന്താ 8 വേണ്ടേ? ഇതിനാണ് അത്ര ബിൽഡപ്പ്. ചില കാര്യങ്ങൾക്ക് ഇച്ചിരി ബിൽഡപ്പ് ഒക്കെ വേണം. ഒരാവശ്യമില്ല. ഇവ 2-3 പ്രാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്ത് കിട്ടണ കാര്യമുള്ളൂ 8 ഒക്കെ. 2-3 തവണ ഇവൻ 8 തവണ പ്രാക്ടീസ് ചെയ്താലും 8 തവണ കാലും കുത്തി 8 നില പൊട്ടും. ഞാൻ പറയണവ 3 പ്രാവശ്യത്തിൽ കൂടുതൽ കാല് കുത്തില്ലാന്ന്. ശ്രദ്ധിക്കൂ കുട്ടി, ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായി വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഞാൻ പോലും 4 തവണ കാല് കുത്തി. സമേ പിന്നെ ഇത് മുഴുവൻ പഠിപ്പിച്ചെന്നീ ഞാൻ. ഹലോ, ആര്? കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കുട്ടിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ പോയിന്റ് അതല്ല, ഇത്രയും നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഞാൻ വരെ കാല് കുത്തി. പിന്നെയാണോ ഇന്ന് പഠിച്ച ഇവൻ? എന്റെ DIG, ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടി പോലും ഓടിക്കാൻ അറിയാത്ത ഇവൻ എത്ര വണ്ടികൾ നന്നാക്കിണ്ടെന്ന് അറിയോ? ഇപ്പൊ അതേ കുറച്ച് സമയത്തിനുള്ളിൽ വണ്ടി ഓടിക്കാനും പഠിച്ചു. ഈ മെക്കാനിക്കിന്റെ പണി എടുക്കുന്ന പോലെയല്ല, ഇത് 8 എടുക്കലാണ്. ആ ഗ്രൗണ്ടിൽ എത്തുമ്പോഴല്ലോ ആ പ്രഷർ ഇവന് താങ്ങാൻ പറ്റില്ല. പിന്നെ അവൻ വേൾഡ് കപ്പ് ഫൈനലിൽ പെനാൽറ്റി അടിക്കാൻ നിൽക്കല്ലേ? ഒന്ന് പോയട ചെക്കാണ്. ബെറ്റ് ഇവൻ 3 തവണ കൂടുതൽ കാല് കുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തിയും ചായയും വടയും വാങ്ങിച്ചു തരും. പോറ്റി ഓർഡറിൽ ഡൺ. 3 കൂടുതൽ നീ കാല് കുത്തിണ്ടെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. അല്ല കൊല്ലില്ല, പക്ഷെ കാല് കുത്തരുത് പ്ലീസ്. കുത്തും. ശ്രമിക്കരുത്, കാല് കുത്താൻ ശ്രമിക്കരുത്. ശ്രമിക്കില്ല. ഓക്കെ, വാ തുടങ്ങാം. വാ, ദോശ ചൂടാക്കുന്നത്. അവന് ടെൻഷൻ അടിപ്പിക്കല്ലേ. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഒന്ന് മിണ്ടാണ്ടിരിക്കുക. അവന്റെ കോൺസെൻട്രേഷൻ പോണു. ചന്ദ്രനിൽ വരെ കാര്യം ശ്രദ്ധിക്കണ്ട, കോൺസെൻട്രേറ്റ്. കുത്തി കുത്തി കുത്തി. കൊള്ളാടാ,
അതിമാരകം, അതിഗംഭീരം, ബാഹുബലിയാണ് നീ. അത് ഇത്രയും എക്സ്പേർട്ടായ എനിക്ക് പോലും പറ്റാത്ത എത്ര പെട്ടെന്ന് ചെയ്യുന്നു. സൂപ്പർഡാ. താങ്ക്സ്. സാമേ ചമ്മി പണ്ടാറടങ്ങി നിൽക്കണ ഒരാളുടെ അംഗീകാരാട്ടാ നന്നായി സ്വീകരിച്ചോ. സ്വീകരിച്ചിരിക്കുന്നു. ലക്കി, ഞാൻ ഒരാൾ ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കും, അതിൻ്റെ ഇടയ്ക്ക് തമാശ പറഞ്ഞിട്ട് മനസ്സിലായി. ആടാ മതി. എന്തായാലും എന്നെ ഇത്രയും വേഗം വണ്ടി പിടിപ്പിച്ച് നിങ്ങൾ രണ്ടാൾക്കും എൻ്റെ വക ടീ പാർട്ടി പോരെ? പോറ്റീസ്. ആ അതെവിടെ ഞാൻ ഇതൊന്നും പ്രതീക്ഷയല്ല നിന്നെ പഠിപ്പിക്കാൻ വന്നത്. പിന്നെ ആ എന്തിനാ? പിന്നെ നിർത്ത്, വണ്ടി എടുക്കും. നീ വണ്ടി കയറും. അല്ല, ഇവൻ നീയാണോ വണ്ടി ഓടിക്കാൻ പോകുന്നത്? ആ ഞാൻ പഠിച്ചല്ലോ. അത് വേണോ? ഞാൻ കയറാൻ രണ്ടെണ്ണം വണ്ടി എടുക്കും. നീ വണ്ടി കയറും. ഉറപ്പല്ലേ? ആടാ നീ വണ്ടി എടുക്കും. വണ്ടി എടുക്ക് സാമേ, വണ്ടി എടുക്ക്. ഇല്ല അബി, എനിക്കൊന്നും കേക്കണ്ട. ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഇല്ലില്ല, പനി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലൊന്നും പറ്റത്തില്ല. അതെന്താ ഹോസ്പിറ്റലിൽ പോയാ? എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതൊക്കെ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും, എല്ലായിടത്തും പറയാൻ പറ്റില്ല. ഓ, അപ്പൊ അവയ്ക്ക് ഞാനടുത്ത പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഓ, അതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞേ. അല്ല, അങ്ങനത്തെ പേഴ്സണൽ കാര്യമല്ലത്. ഇതെന്ത് ഇത്? കാര്യോ തമാശയോ നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഞാൻ വിചാരിച്ചേ. എടാ മീനു, ഇത് അത്ര കാര്യമൊക്കെ കാര്യമൊന്നുമില്ല. നീ ഇത് വിട്. അവി, നിനക്കിത് പറയാൻ പറ്റോ ഇല്ലേ? അല്ലെങ്കിൽ ഇന്നു മുതൽ ഇങ്ങനെ മതി. എന്റെ പേഴ്സണൽ കാര്യം എന്റെ, നിന്റെ പേഴ്സണൽ കാര്യം നിന്റെ. എടാ മീനു, നിന്നെ എന്താ മനസ്സിലാക്കാത്തത്? അവിനെ മനസ്സിലാക്കുന്ന ഞാൻ ഇന്ന് വരെ വിചാരിച്ചേ, പക്ഷെ ഇപ്പഴല്ലേ മനസ്സിലാക്കി വരണേ ഉള്ളൂ. ഓക്കെ, എന്നാ ഞാൻ പറയാം. നീ വേറെ ആരും അറിയരുത്. എന്താ അത്? നിനക്കൊരു അസുഖം ഉണ്ടോ? അതൊക്കെയാണെങ്കിൽ ഞാൻ നേരത്തെ പറയത്തില്ല. ഇത് അതൊന്നും അല്ല. പിന്നെ എന്താ? എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. ഏത്? ഈ ഇഞ്ചക്ഷനാ? ആ ഇഞ്ചക്ഷൻ ഓ, നീ ആരോടും പറയണ്ട. ഞാൻ ആരോടും പറയില്ല. വേണ്ട. അവി അനങ്ങാണ്ടിരിക്ക്. അനങ്ങല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. കരയല്ലേ? ഓ. സാരമില്ല കേട്ടോ. ഡ്രൈവിങ്ങിൽ ഏറ്റവും ബേസിക് റൂളാണ് നീ തെറ്റിച്ചത്. എന്താ പറഞ്ഞേ? ഹെൽമെറ്റും ലൈസൻസും ഇല്ലാണ്ട് വണ്ടി റോഡിൽ ഇറക്കരുത്. കറക്റ്റ്. സാറേ ഹെൽമെറ്റ് ഉണ്ട് സാറേ. ഒരു രക്ഷയില്ല മോളെ, നടക്കൂല. സാർ പ്ലീസ് നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. സാർ ഒരു മിനിറ്റ് പോരാ, ഒരു മിനിറ്റ് പോരാ. എന്തായി? പൈസ കൊടുക്കേണ്ടി വരും. എന്താ കയ്യില്? പൈസ കൊടുക്കും. 200 രൂപ. വേറെ വഴി 100 രൂപ കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് പരിചയമില്ല അല്ലേ? എന്താടാ വരാനൊരു താമസം? അയ്യോ, ഞാനോ? ഇതിപ്പോ പെറ്റി അടച്ച് പോരേണ്ടവരെ പെടലേക്ക് ഇടി വാങ്ങിച്ച് തരുമോ? ആ സാധ്യത തള്ളിക്കളയാനാവില്ല. അവനല്ല ആള്. സാർ സ്വീകരിച്ചാട്ടെ. താങ്ക്സ്. സാർ, ഇതിനകത്ത് 100 രൂപ ചില്ലറ തരുമോ? ചില്ലറ എന്നിട്ട് പാക്കന്മാരി വിട്ടടാ. ഓക്കെ ഓക്കെ. എല്ലാ പ്രശ്നവും തീർന്നു. 200 രൂപ ചുറ്റി കയ്യിൽ വെച്ച് കൊടുത്തു. 200 കൊടുത്തോ? 100 രൂപ തിരിച്ചു വാങ്ങിയിട്ട് ചായ കുടിക്കാൻ വെച്ചിരിക്കായിരുന്നു. ഇനിയിപ്പ എന്താ ചെയ്യാ? വീട്ടിൽ പോയി കുടിക്കാം. അല്ലാതെ ശ്ശേ, ഈ എക്സ്പീരിയൻസ് കൂടിയാലും പ്രശ്ന. പോലീസുകാരുണ്ടായി, ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഡിയജി, ഇനി എന്തെങ്കിലും പറഞ്ഞ് ഇടിക്കുന്നില്ല ഞാൻ. അല്ലെങ്കിൽ തന്നെ എന്റെ കൺട്രോൾ നീ എന്നെ ഇടിക്കുന്ന ഒന്ന് കാണണം. മിണ്ടല്ലേ, ഒരക്ഷരം മിണ്ടില്ല. ഈയാണോ? അല്ല, സാം എവിടെ? അവൻ ഇത്ര ലേറ്റ് ആവണേ? എന്നാണ്ട് ചെലവല്ലേ? രാഹുൽ ലൈസൻസ് ഇട്ട് സന്തോഷത്തിന് ആരും കാണണം എന്ന് പറഞ്ഞു പോയതാ, പിന്നെ കണ്ടിട്ടില്ല. പാർട്ടിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയതായിരിക്കും. ഇത്രയും നേരം? എന്തായാലും സമയം എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാണ്ടിരിക്കില്ല. കാരണം ഞാനാണല്ലോ അവനെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ വാശി കയറ്റിയ കാരണമാണ് പക്ഷെ അവൻ ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സായത്. അതുകൊണ്ട് അവനെ എനിക്കും ചെയ്തേ പറ്റൂ സംതിങ് സ്പെഷ്യൽ. അവനെല്ലാവർക്കും ചെയ്യും. ഒന്ന് സമാധാനമായിട്ടിരിക്കുക. എടാ ഒന്ന് നോക്കും, ചിലപ്പോ അവനായിരിക്കും. ഞാൻ നോക്കാം. നമ്മള് ഫുഡ് വല്ലതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, ചിലപ്പോ സാം ഓർഡർ ചെയ്തായിരിക്കും. ഇത് ലൈസൻസ് കിട്ടിയതിന്റെ ജോലി കിട്ടിയതിന്റെ ഒക്കെ ചെലവാ. അപ്പൊ ജോലി എടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് പ്രസിഡന്റ് വരെ ആകാം. അത് പോരാ, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ജീവിതം പഠിക്കണം. ഇനി ഒരുത്തരും എൻ്റെ ഐഡിയ അങ്ങനെ അടിച്ചുകൊണ്ട് പോകണ്ട. അപ്പൊ ഇതിനായിരുന്നല്ലേ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നേ?
എന്തായാലും തകർത്തു മാൻ. താങ്ക്സ് മാം. കൺഗ്രാറ്റ്സ് സാം. കൺഗ്രാറ്റ്സ് മാം. താങ്ക് യു. എന്താടാ നീ മാത്രം ഒന്നും മിണ്ടാത്തത്? കൺഗ്രാചുലേഷൻസ്. അല്ല നിനക്ക് മാത്രം എന്താ ദുഃഖം? മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ വീട്ടിൽ പണിയില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ അവൻ മാത്രല്ലേ ഉള്ളൂ. അതിന്റെ അത് പറ. അയ്യേ. വല്ല പണിക്കും പൊക്കൂട ചെക്ക. നാണക്കേട്. അയ്യേ. ശ്ശേ. എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഞാൻ പിണങ്ങിയിട്ട് ഇതൊന്നും കഴിക്കാതിരിക്കില്ല. കൊള്ളാം കൊള്ളാം. പ്രൗഡ് ഓഫ് മോനെ. ആ എനിക്കടുത്ത് ഓർഡർ വന്നു. ഡെലിവറിക്കുള്ള സമയമായി. അപ്പൊ ശരി, കാണാം. ഓക്കെടാ, ഓൾ ദ ബെസ്റ്റ്. നീ ഇതൊരു പോയില്ലേ?